നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഫാമിലി വീക്ക്. അങ്ങനെ ഫാമിലി വീക്ക് തുടങ്ങി. അതിന് മുമ്പേ ഈ എപ്പിസോഡിന്റെ അവസാനം തൊട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചു ചത്തൊരു വിഷയമുണ്ട്. നമ്മുടെ മെയിൻ എപ്പിസോഡിന്റെ അവസാനം നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നല്ലോ. ബിന്നിയുടെ ഹസ്ബൻഡ് വന്ന് എന്ത് ചെയ്യുന്നു, ബിന്നിയുടെ ഹസ്ബൻഡായിട്ട് ഒരുമിച്ച് കിടക്കുന്നു. അവരെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. കാരണം കുറെ ദിവസങ്ങളായി കണ്ടിട്ട് അവർക്ക് പലതും പറയാനുണ്ട്, അവർക്ക് പലതും പങ്കുവയ്ക്കാനുണ്ട്. അപ്പോ ഇത് നെവിൻ ഇവരൊക്കെ ഒരു പ്രൈവസി കൊടുക്കാതെ നെവിൻ അവരെ ബാക്കിൽ നടന്നുകൊണ്ട് ആ തമാശയ്ക്ക് പറയും, നിങ്ങളെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പിന്നീട് കളിയാക്കുന്നുണ്ട്. നിങ്ങൾ ഇനി എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ അയച്ചു പോയതിന് ശേഷം അവർ തമ്മിൽ കിടക്കുമ്പോൾ സീൻ പിടിക്കാമല്ലോ എന്നുള്ള തമാശ പറയാണ്. അപ്പൊ അതിനുശേഷം നിവിൻ അവിടെ നിന്ന് എല്ലാവരും കൂടി വിളിച്ച് എഴുപ്പിച്ചു വിടുന്നു. നിവിൻ തൊട്ടടുത്ത് കിടക്കുകയാണ്. അപ്പൊ ഇവര് തമ്മില് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്യുന്നു. ഇത് നിവിൻ അവിടെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അനുമോൾ ഒന്ന് എന്ത് ചെയ്തു, അവിടെ ഈ നിവിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിവിനെ കാണാൻ പ്രയാസമാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവിടെ ഒരു പിന്നെ ബ്ലാങ്കറ്റും 2 തലയണയൊക്കെ വെച്ച് നിവിന് കാണാൻ പറ്റാത്ത രീതിയിൽ എല്ലാം അടുക്കി വെക്കുന്നു. കുറച്ച് കഴിയുമ്പോ നിവിൻ അയച്ചു ഇതിനെയൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു. അങ്ങനെ വേണ്ട, അങ്ങനെ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയുമ്പോ അനുമോള് നിവിനെ വിളിച്ചുകൊണ്ട് തന്റെ പെട്ടി കൊണ്ട് കിടത്തും. അനുമോളുടെ പെട്ടി കൊണ്ട് കിടന്ന് നിനക്ക് സീൻ പിടിക്കണം അല്ലേ, നിനക്ക് സീൻ പിടിക്കുന്ന അത്രയ്ക്ക് ആഗ്രഹം ഇവിടെ കിടന്ന് പിടിച്ചോ എന്ന് പറയുന്ന ഒരു സീനുണ്ട്. കാണാമോ, നിനക്ക് കാണാമോ, ഇവിടെ ഇരുന്ന് നിനക്ക് കൃത്യമായിട്ടുള്ള സീൻ പിടിക്കാം. അവര് വന്നിട്ട് അവർ ഭാര്യയും ഭർത്താവുമാണ്, കുറെ നാളായി ഒത്ത് കണ്ടതാണ്, അവർക്ക് പലതും സംസാരിക്കാനൊക്കെ ഉണ്ടാവും. നീ അവർക്ക് ഒരു കട്ടണു പോവരുത്, നിനക്ക് അത്രയ്ക്ക് സീൻ പിടിക്കണമെങ്കിൽ നീ ഇവിടെ കിടന്ന് പിടിച്ചോ എന്നുള്ളതല്ല. എനിക്ക് അതേ കണ്ടി ഞാൻ ചിരിച്ചോ പറ്റുന്നില്ല. ആര്യൻ ഇവിടെ പപ്പുമോയ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതപ്പെടുത്ത് നോക്കി തരല്ല, ഇന്നൊന്നും നടക്കില്ല. കാരണം 3 പുതപ്പുണ്ട്, 3 പുതപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുകയാണ്, മനസ്സിലായോ? അപ്പം അവിടെ ഈ അനുമോളെ പിന്നെ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. കാരണം അനുമോള് പറഞ്ഞ് കണ്ട് മടുത്ത് ഇപ്പൊ അവള് മൈൻഡ് ചെയ്യില്ല എന്ന് പപ്പുമോൻ അറിയാം. പക്ഷെ ഇപ്പോ നെവിനെ കൊണ്ട് അനുമോള് കൊണ്ട് പ്രദേശത്ത് നിനക്ക് സീൻ പിടിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഇരുന്ന് സീൻ പിടിച്ചോ എന്ന് പറയാം. അതിന് മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ട്, ആര്യനുമായിട്ടൊരു ഫൈറ്റ്, ചെറിയൊരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. അവിടെ ആര്യന്റെ അടുത്ത് അനുമോൾ ചോദിക്കുന്നുണ്ട്. ആര്യൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആരെങ്കിലും വരുമോ, നിന്റെ പിന്നീട് കാമുകനോ ഭർത്താവോ അങ്ങനെ ആരെങ്കിലും വരുമോ? അപ്പൊ ഇവള് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഇവള് പറഞ്ഞു, അപ്പം നീ ഇവിടെ ഹാപ്പി അല്ലല്ലോ എന്ന് പറയുമ്പോൾ അനുമോൾ പറഞ്ഞു, അവിടെ ഹാപ്പിയാണ്, കുഴപ്പം തരും, എന്റെ കല്യാണം കഴിച്ചതിന് ഇത്തിരി കൂടി ഹാപ്പി ആയേനെ എന്ന് പറയുമ്പോൾ അനുമോൾ തിരിച്ചടിക്കുന്നു, നീ കല്യാണം കഴിച്ചോ? ഇല്ല. അപ്പൊ നീ ഇവിടെ ഹാപ്പിയാണ്. അപ്പൊ ഉടനെ അനുമോൾ പറഞ്ഞു, നിനക്ക് ഇവിടെ എല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് എല്ലാവരും സ്നേഹം തരുന്നുണ്ട്, നീ തരുന്നുണ്ട്, മറ്റോളം തരുന്നുണ്ട്, ജിസേൽ തരുന്നുണ്ട്, എല്ലാവരെയും പേര് വന്നിട്ട് എന്റെ ഇടയിൽ കൂടി ജിസേലിന്റെ പേരിട്ടു. അപ്പൊ അനുമോൾ പറഞ്ഞു, ഞാൻ നിനക്ക് സ്നേഹവും തേങ്ങയും തരുന്നില്ല, നീ എനിക്ക് ചോറുണ്ടാക്കി തരും, മറ്റോളൊക്കെ ഒരു സ്നേഹമാണ് എന്ന് പറയുമ്പോൾ അനുമോൾ വീണ്ടും ചോദിക്കും, നിനക്ക് ഇവിടെ എല്ലാം കിട്ടുന്നുണ്ടല്ലോ, നീ മര്യാദയ്ക്ക് അവിടെ കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകും. അതിനുശേഷമാണ് ഈ നിവിന്റെ അങ്ങനെ നിവിനെ സീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നിവിനെ കൊണ്ട് അങ്ങനെ അനുമോളുടെ കട്ടിൽ കിടന്ന് ഇരുന്ന് സുഖമായിട്ട് പിടിച്ചു. ഞാൻ പിടിച്ച് മടുത്തു എന്നാണ് അനുമോള് പറയുന്നത്. എന്തായാലും അത് ഞാൻ ചിരിച്ചു ചത്ത ഒരു സീനായിരുന്നു. അപ്പൊ നമുക്ക് ഫാമിലി വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അനീഷിന്റെയും നമ്മുടെ ഷാനവാസിന്റെയും ബിന്നിയുടെയും ഫാമിലി വന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളത് ബിന്നിക്കാണ്. കാരണം 2-3 ദിവസം ബിന്നിയുടെ ഹസ്ബൻഡ് കൂടെ തന്നെ കാണും. അതൊരു ഭാഗ്യം തന്നെയല്ല, ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം തന്നെയാണ് ബിന്നിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അനീഷ് ഇന്ന് പൊട്ടിക്കരയുന്നുണ്ട്. കാരണം ആ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് എൻ്റെ അമ്മയെയും സഹോദരനെയും കണ്ട് പൊട്ടി തളർന്നു പോയി. സത്യം പറഞ്ഞാൽ ഇന്ന് ബിഗ് ബോസ് കാണിച്ചൊരു തെണ്ടിത്തനമെന്ന് ഞാൻ പറയും കേട്ടോ. ഇന്ന് ആ ടാസ്കിൽ ഈ അവരുടെ ഫാമിലി വരുമ്പോൾ അവർക്ക് അതിൻ്റെ ഇത്രയും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടാസ്ക് കൊണ്ടുകൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. വളരെ ബോറായിരുന്നു. എനിക്ക് വളരെ ബോറായിട്ടാണ് അത് ഫീൽ ചെയ്തത്. ആ ടാസ്കിന്റെ ഇടയിൽ അങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുക, അവരുടെ ഫാമിലി വരുന്നതിന്റെ ഇടയിൽ അവർക്ക് അത്രയും എക്സൈറ്റ്മെന്റ് കൊണ്ട് കാണാൻ വേണ്ടി അവർ പിന്നീട് തരിച്ചു നിൽക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ടാസ്ക് വെച്ചു കൊടുക്കുക, അതും ഇത്രയും പ്രയാസപ്പെട്ട ടാസ്ക്. അവരെ കൈ ഷാനവാസ് പറയുന്നുണ്ട്, എന്തിനീ ചതി, എന്റെ കൈയും കാലൊക്കെ വിറയ്ക്കുന്നു. ആ സമയത്ത് കൊണ്ട് എന്തൊരു മണ്ടത്തരമാണ് പിന്നീട് ഈ പറയുന്ന ബിഗ് ബോസ് കാണിച്ചെന്ന് അറിഞ്ഞു. ഷാനവാസിന്റെ ഭാര്യ വരുന്നു, ആ മോള് വരുന്നു, ഷാനവാസൊക്കെ എന്ത് ചെയ്യുന്നു, പൊട്ടിപ്പോകുന്നുണ്ട്. കാരണം 10-60 ദിവസം ആയില്ലേ. അപ്പം ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ കരഞ്ഞത് അനീഷാണ്. അമ്മ ഒരിക്കലും വരുമെന്ന് കരുതിയില്ല. അപ്പോ അമ്മയെ കണ്ടപ്പോൾ പെട്ടെന്ന് അനീഷിന്റെ പിന്നെ കൺട്രോൾ പോകുന്നു. അനീഷ് അവിടെ അതിനകത്തിരുന്ന് അനീഷ് ആ വെപ്രാളത്തിന്റെ ഇടയിൽ ഈ ടാസ്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പലയിടത്തോട്ട് വയ്ക്കുന്നു. എന്നിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് അല്ല. പിന്നെ ബിഗ് ബോസിനെ പറഞ്ഞ് എത്രയൊക്കെ മതി ചെയ്തത് എന്നുള്ള രീതിയിൽ അതിനുശേഷം അനിയനും അമ്മയും കൂടി വന്ന് ഈ പറയുന്ന ആക്ടിവിറ്റി ഏരിയയിൽ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ അവരെല്ലാം, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം മാത്രമേ അവർക്ക് അവിടെ പിന്നീട് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചുള്ളൂ. ഇതൊക്കെ വളരെ ബോറായിട്ട് കുറച്ചുകൂടി സമയം കൊടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പി. പെട്ടെന്ന് വന്ന് ഏതാണ്ട് ഒരു 1/2-3/4 മണിക്കൂർ, കൂടിപ്പോയി 1 മണിക്കൂർ അവരുടെ നിന്നുള്ളൂ.
അതിനു മുമ്പ് അവരങ്ങ് പറഞ്ഞു വിടുകയും ചെയ്തു. വേറെ ഒരു തേങ്ങ നടന്നിട്ടുമില്ല. പിന്നെ അതിനകത്ത് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ തന്നെ അവർക്ക് തന്നെ ഒരു ടാസ്ക് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു അനീഷിന്റെ അമ്മ ഷാനവാസിനെ പറഞ്ഞു, അനീഷിന്റെ അനുജൻ ക്രിക്കറ്റ് കളിക്കാരനും കൂടി ആയതുകൊണ്ട് ആര്യനെ പറഞ്ഞു, ഷാനവാസിന്റെ ഭാര്യ അനീഷിനെ പറഞ്ഞു, അതുപോലെ മകള് നമ്മുടെ നെവിനെ പറഞ്ഞു. മകൾ ആദ്യം വന്നപ്പോൾ ജിസേലിനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു, പിന്നെ നെവിനെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെയായിരുന്നു. ടപ്പിനെ തന്നെ അവർ പോയി. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയതാണോ എന്നെനിക്ക് അറിയത്തില്ല. എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല കേട്ടോ. ഇവിടെ ഫാമിലിയൊക്കെ വരുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ പറയുന്ന അഖിൽമാറാന്റെ സീസണിൽ അഖിൽമാറാന്റെ ഫാമിലി വന്നപ്പോൾ സോഷ്യൽ മീഡിയ കത്തുകയായിരുന്നു. സോഷ്യൽ മീഡിയ ആ ഒരു വിഷയം പറഞ്ഞിട്ട് ഇട്ട വീഡിയോ ഇട്ടവർക്ക് ലക്ഷങ്ങളാ വ്യൂസ് പോയത്. ആ ഒരു സാധനം ഇട്ടാൽ മതിയായിരുന്നു, അത്രയ്ക്ക് വ്യൂസ് ആണ്. കാരണം അതിൽ അവരെടുത്ത രീതിയൊക്കെ ഭയങ്കര ഒന്ന് ഹാർട്ടിൽ ടച്ച് ആവുന്ന രീതിയിലാണ്. ആ പാട്ടായിക്കോട്ടെ, പെട്ടെന്നുള്ള ഒരു സർപ്രൈസ് ആണ്, ആര് വരുമെന്ന് അറിയത്തില്ല, അങ്ങനെ സർപ്രൈസിൽ ഓടി വരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു സിനിമാസ്റ്റിക് രീതിയിൽ നമ്മളൊരു ഫിലിം കാണുമ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അത്രയും വൈകാരികമായ മുഹൂർത്തങ്ങളായിരുന്നു. നമ്മൾ ഒരുപാട് അത് ഇപ്പോഴും കാണുമ്പോഴും നമുക്ക് നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ എഴിച്ചിരിക്കും അല്ലെ, ആ രീതിയിലുള്ള ഒരു സീനൊക്കെ ആയിരുന്നു. അതുപോലെ അത് കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, ടുവേർഡ്സ് ദ എൻഡിലൊക്കെയാണ് അവർ വരുന്നത്. ഇത് 10-60 ദിവസം മുമ്പ് തന്നെ ഫാമിലിയെ കൊണ്ടുവരിക, ഒരു പ്രത്യേകിച്ച് ഈ ഒരു ഫാമിലി വീക്ക് കണ്ടവരുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റോ ഒന്നും തോന്നിയില്ല. അത് എന്റെ പ്രശ്നമാണോ, നിങ്ങൾക്ക് അത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നിയത്? എനിക്കൊരു ഇതും തോന്നിയില്ല. അപ്പോഴെനിക്ക് ഞാൻ മനസ്സിലായത് ഈ സീസൺ അത്രയ്ക്ക് ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളത്. ആ ഒരു ഫാമിലി വീക്ക് കാണുമ്പോൾ എനിക്ക് അത്രയും ഒരു എക്സൈറ്റ്മെന്റ് തോന്നാത്തത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇത് ഭയങ്കര ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സീസൺ ആയിട്ട് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഫാമിലി വരുമ്പോൾ നമുക്കൊരു അവർക്ക് എക്സൈറ്റ്മെന്റ് കാണും, അവിടെയുള്ള അവർക്ക് എക്സൈറ്റ്മെന്റ് നമ്മളൊരു വ്യൂവറിന് അല്ലെങ്കിൽ ഒരു പ്രേക്ഷകരെന്നുള്ള നിലയ്ക്ക് നമുക്കിപ്പോ ആരെങ്കിലും ഫാമിലി വന്നിട്ട് ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് തോന്നുന്നില്ല. അവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കോണം, അവിടെ ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള ശത്രുക്കൾ ആരുമില്ല, മിത്രങ്ങൾ കുറെ ഉണ്ട്, അവരൊക്കെ കളിച്ച് ചിരിച്ച് അങ്ങനെ ഒരു വലിയൊരു ശത്രുതയൊന്നും ആരെടുത്തുമില്ല. അല്ലെങ്കിൽ ഒരു ഫാമിലി വരുമ്പോ ഇന്നത് നടക്കും, അല്ലെങ്കിൽ അവരുടെ ഫാമിലി എടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കും, ആ ഒരു തരത്തിലേക്ക് ഇന്ന് എത്തിയില്ല, അല്ലെങ്കിൽ തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവർ സാധിച്ചില്ല. ഇവിടെ ഇനി എന്ത് ഗെയിം നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇനി അവിടെ എന്ത് ഗെയിമാണ് നടക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. അവിടെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന അനുമോള്, നമ്മുടെ ജിസേല്, ആര്യൻ, അവരാണ് ഒരുവിധമെങ്കിലും ഒരു മിണ്ടുമെങ്കിലും മനസ്സിനകത്തൊരു ശത്രുത, അതൊരു ഫൈറ്റ്, അത് നമുക്ക് കാണാൻ രസമുണ്ട്. അപ്പൊ അതൊരു കണ്ടന്റ് ആയിട്ട് നമുക്ക് വേറെ ആര് നോക്കിയാലും അവിടെ അങ്ങനെ ഒരു ശത്രുതയോ അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ ഒരു ഭയങ്കര ജെല്ലായിട്ട് അവർ കഴിയുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഫാമിലി വന്നാലും നിങ്ങളുടെ കേസ് എനിക്ക് അറിയത്തില്ല, എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പിന്നെ അവരുടെ ഫാമിലി ഒന്നേ കൊള്ളായിരുന്നു, അപ്പൊ അറിയാലോ എന്താണ് അങ്ങനെ ഒരു സാധനം. കഴിഞ്ഞ വട്ടം നമ്മുടെ ജാസ്മിന്റെ ജാസ്മിന്റെ വാപ്പയൊക്കെ വരില്ല എന്ന് പറഞ്ഞു, പിന്നെ വരുന്നു, ബൊമ്മ എടുത്തെറിയുന്നു, ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഭയങ്കരമായിട്ട് TRP കൂടിയ സോഷ്യൽ മീഡിയ കത്തിച്ച സീനുകളാണ്. പക്ഷെ അതെന്തുകൊണ്ടാണ് അത്രയ്ക്ക് കോൺട്രവേഴ്സി ഈ ജാസ്മിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു കോൺട്രവേഴ്സി, പുറത്ത് വേറെ പയ്യനുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട്. ഈ ബാപ്പ വന്ന് അല്ലെങ്കിൽ അച്ഛൻ വന്ന് എന്ത് പറയുന്നു എന്നൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു. അല്ലെങ്കിൽ ഗബ്രിയുടെ ഫാമിലി വരുമ്പോഴോ ഇവന്റെ ഫാമിലി വരുമ്പോൾ എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോ ഒരു ഫാമിലി വന്നാലും അങ്ങനെ പിന്നീട് ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നുന്നില്ല. അതുപോലെ അനീഷിന്റെ ഫാമിലി ഫസ്റ്റ് തന്നെ അനീഷിന്റെ ഫാമിലിയെ കൊണ്ടുവന്നു. ഈ അനീഷ്, ഷാനവാസ്, അനുമോൾ അവരെയൊക്കെ കുറച്ചും കൂടി താമസിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു 10-70 ദിവസം അല്ലെങ്കിൽ 10-80 ദിവസം കഴിഞ്ഞിട്ട് ഫാമിലിയെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഫാമിലി വീക്ക് കുളമായതുപോലെ അതോ ഇനിയിപ്പോ ഈ സീസണെ കുളമായത് കൊണ്ടാണോ അങ്ങനെ തോന്നുന്നത്, അതോ എനിക്ക് മാത്രമാണോ തോന്നുന്നത്, അതും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഇത്രയത്തിലും വലിയൊരു എക്സൈറ്റ്മെന്റ് എനിക്ക് ആ ഒരു ത്രില്ല് എനിക്ക് കിട്ടിയിട്ടില്ല. മേ ബി കണ്ടസ്റ്റൻസിനെ ഇവരെടുത്ത രീതിയായിരിക്കും അവരുടെ പിന്നീട് കണ്ടസ്റ്റൻസിന് ഈ വട്ടം ഞാൻ പറയില്ല, നമ്മളെല്ലാ സീസണിലും ഒരു ലവ് ട്രാക്ക് വേണം. ആ ലവ് ട്രാക്കിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇത് അങ്ങനെയുള്ള വേണ്ടിയിട്ടുള്ള ഒരാളെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരുത്തനെ കൊണ്ടുവന്ന ആര്യൻ എന്ന് പറയുന്ന അവ മാത്രമാണ് ഒരു ബാച്ചലർ ആയിട്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ പിന്നീട് സാധ്യതയുള്ള ഒരു വ്യക്തി ആര്യനാണ്. പക്ഷെ അവനൊരു ചെറിയ ഞരമ്പ് വിട്ടുകിടക്കുകയാണ്. അവൻ വന്ന് ഈ പറയുന്ന ജിസേൽ മാമിയുടെ ആ ഒരു പാവാടത്തുമ്പിൽ അവരുടെ ആ ഒരു തലയണ മന്ത്രത്തെ മയങ്ങി, പുറത്ത് പറയാനും പറ്റുന്നില്ല. പലപ്പോഴായിട്ട് പറയുന്നുണ്ട് എനിക്ക് പിന്നെ ഇന്ന് പറയുന്നുണ്ട് എനിക്ക് പ്രായം ഒരു വിഷയമല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരാൾ മതി. അവൻ അതിൽ അടിമയായിപ്പോയി. ഇന്ന് ഒനിയിൽ വന്ന് നോമിനേഷൻ നടത്തുമ്പോൾ ഒനിയിൽ വന്ന് പറഞ്ഞ കറക്റ്റാണ്.
ഈ ജിസൈൽ എന്ന് പറയുന്നത്, ജിസൈലിന് ഇവിടെ ഒരേ ഒരു ഗെയിം പ്ലാനേ ഉള്ളൂ. എന്താണ്? ആര്യനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക, അവളെ പാത്രം കഴിപ്പിക്കുക, അവളെ അടിപ്പാവടെ കഴിപ്പിക്കുക, അത് മാത്രമേ ഉള്ളൂ ഒരു പ്ലാൻ. അതുപോലെ നമ്മുടെ നെവിൻ വന്ന് പറയുന്നുണ്ട്, ഇവൾക്ക് വേറെ ഒരു കണ്ടന്റും ഇല്ല, അടുക്കള, ഈ പറയുന്ന എന്താണ് ചപ്പാത്തി, പിന്നെ ആലു പൊറോട്ട, ഈ 3 വിഷയമല്ലാതെ ജിസൈലിന് വേറെ കണ്ടന്റും കാര്യങ്ങളും അതിന് ആര്യനുമായിട്ടുള്ള ഈ ഒരു സാധനം. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചത് ശരിയാണ്. തുടക്കകാലങ്ങളിലൊക്കെ ജിസൈലിന് കുറച്ച് കണ്ടന്റ് അല്ലെങ്കിൽ കുറച്ച് ഗെയിംസിലേക്ക് കുറച്ച് ഇൻവോൾവ് ഉണ്ടെന്ന് പറയാം. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് നോക്കുമ്പോൾ 2-3 ആഴ്ച നമുക്ക് ബാക്കിലോട്ട് നോക്കുമ്പോൾ ജിസൈലിന് അവിടെ എന്തായിരിക്കുന്ന കണ്ടന്റ് ഇത് തന്നെയാണ്. അടുക്കളയടി, മോഷ്ടിച്ച് വെക്കുക, അതിനെ ചൊല്ലിയുള്ള അടി, ആലു പരാട്ട ഉണ്ടാക്കി മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുക, അതിനെ കൊണ്ടുള്ള അടി, പിന്നെ ആര്യനുമായിട്ട് പുതപ്പിനിടയിലുള്ള വിഷയം. ആ ഒരു വിഷയമല്ലാതെ ജിസൈലിന് ഒരു തേങ്ങയും ഇല്ല അവിടെ. അപ്പോ ഇന്നത്തെ നോമിനേഷൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അക്ബർ, പിന്നീട് ആര്യൻ, ഷാനവാസ്, പിന്നെ അനീഷ്, ഈ 4 പേരാണെന്ന് തോന്നുന്നു രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും നോമിനേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലായി. ഈ 4 പേര് പിന്നെ ഉണ്ടെങ്കിൽ പോലും, നോമിനേഷൻ ഉണ്ടെങ്കിൽ പോലും അവരാരും പുറത്ത് പോവില്ലായിരുന്നു. അത് കുഴപ്പമില്ല. എന്തായാലും വീക്കായിട്ടുള്ള, ഇപ്പം നിലവിൽ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് എല്ലാം നോമിനേഷനിൽ വന്നിട്ടുണ്ട് എന്നൊരു സമാധാനമുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, ഇപ്പം റീസെന്റ് ആയിട്ട് നടന്ന എവിക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അൺഫെയർ ആയിരുന്നു. ഇനിയും അൺഫെയറുകൾ സംഭവിക്കാം. ഇനിയും നമ്മൾ പ്രതീക്ഷിക്കാത്ത എവിക്ഷനൊക്കെ നടക്കാം എന്നുള്ളതാണ് മനസ്സിലായത്. ഇനിയിപ്പോ അടുത്ത വട്ടം ഒനീന് ഭാഗ്യം കൊണ്ടാണ് ഇത്രയും ആഴ്ച പോയെന്ന് ഞാൻ പറയും. പലപ്പോഴും 2-3 ആഴ്ച എനിക്ക് തോന്നുന്നു നോമിനേഷനിൽ തന്നെ വന്നത്. ഒരിക്കൽ ക്യാപ്റ്റനായി, ഒരിക്കൽ ആരും അവനെ നോമിനേറ്റ് ചെയ്തില്ല. ഫസ്റ്റ് തവണ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയി. അങ്ങനെയൊക്കെ ഇതുവരെ ഭാഗ്യത്തിന്റെ പേരിൽ മാത്രം പിടിച്ചു നിന്ന ഒരു വ്യക്തിയാണ് ഒനീൽ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അടുത്ത ആഴ്ച ഒനീൽ പോകാനുള്ള ചാൻസസ് വളരെ. ഇനി സാബുമന്റെ കേസ് അറിഞ്ഞൂടാ, നമ്മുടെ പോളിംഗിലൊക്കെ ലാസ്റ്റ് ആണെങ്കിലും പക്ഷെ പുള്ളി അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ആഴ്ച ഒരു പോസിബിലിറ്റി, ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് ഒനീലും സാബുമോനും, 2 എവിക്ഷൻ, ഡബിൾ എവിക്ഷൻ അടുത്ത ആഴ്ചയും കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഒനീലും സാബുമോനും പോകാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുപോലെ ഇന്ന് പ്രധാന ഒരു കാര്യം പറഞ്ഞു, ഈ അക്ബറിന്റെ ഈ പറയുന്ന ആദിലേക്ക് ഇരുന്ന് കരയുന്നുണ്ട്. അക്ബർ അവിടെ വന്ന് ഈ അക്ബറിന് ഈ പറയുന്ന അവസരം നോക്കി സംസാരിക്കാൻ അറിയില്ല. നിന്റെ ഈ പറയുന്ന ദിയാസനയൊക്കെ വരുമല്ലോ, അവർക്ക് ഫാമിലിയിൽ നിന്ന് വേറെ ആരും വരാനൊന്നുമില്ല, ദിയാസനയിലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അക്ബർ ആദിലയായിട്ട് സംസാരിക്കുന്നു. ആദില വന്ന് കരയുന്നുണ്ട്. അത് കാരണം നമുക്കൊരു സങ്കടം തോന്നും. കാരണം എല്ലാവരെയും അച്ഛനും അമ്മയും ഫാമിലിയൊക്കെ വരുമ്പോൾ ആദിലയായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ആരും വരാനില്ലെന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം. പക്ഷെ ഇതാണ് അക്ബറിന്റെ കേസ്. മനസ്സിലൊന്നും വെച്ചുകൊണ്ടായിരിക്കത്തില്ല, അത് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഉണ്ടാകുന്ന അതിൽ തന്നെ പറയുന്നു, ഈ വിഷമമൊന്നുമില്ല, പുള്ളി പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ എനിക്കെന്താണ്, നമുക്ക് പൊട്ടിപ്പോകും. ഇപ്പം നമ്മൾ ആദിലയും നൂറയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രഥമ ദൃഷ്ടി നമ്മൾ കാണുമ്പോൾ ആദില ഭയങ്കര സ്ട്രോങ് ആണ്, മറ്റവള് കുറച്ച് വീക്കാണ് എന്നൊക്കെ തോന്നുമെങ്കിലും മാനസികമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആദിലയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറേക്കാളും വീക്ക്. പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് ആദിലയാണെന്ന് തോന്നിപ്പം. എൻ്റെ ആരെങ്കിലും അവരുടെ അച്ഛനോ ഉമ്മയോ വാപ്പയോ ഒന്നും അല്ലെങ്കിലും അവരുടെ തൊട്ടടുത്തുള്ള ബന്ധുക്കൾ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ആ ഒരു എപ്പിസോഡെങ്കിലും കാണാൻ ഒരു സന്തോഷം തോന്നും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.